നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ഇപ്പോൾ കമ്പനിയുടെ 11ാമത്തെ റാങ്കായിട്ടുള്ള സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ എന്ന റാങ്കിൽ വർക്ക് ചെയ്യുന്ന ശ്രീലക്ഷ്മി മേഡം, ഞാൻ വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഞാൻ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. പ്ലീസ് വെൽക്കം ശ്രീലക്ഷ്മി മേഡം ഓൺ ദി സ്റ്റേജ്. താങ്ക് യു സർ. ഇവിടെ നിൽക്കുമ്പോ എന്തോ അല്ലെ, ഇവിടെ ഇറങ്ങി നിൽക്കുമ്പോ നിങ്ങളുടെ അടുത്തൊന്ന് സംസാരിക്കാലോ. ഇപ്പൊ എനിക്കൊരു ധൈര്യം അവിടെ നിൽക്കുമ്പോ ഒരുപാട് ഞാനവിടെ വന്ന സമയത്ത് തന്നെ ഫ്രണ്ടിലെ ചെയർസ് ഒക്കെ മാറ്റി സൈഡിലൊക്കെ മാറ്റി ഇപ്പൊ നോക്കുമ്പോ ഒരു ഹൗസ്ഫുൾ ഫീലിംഗ്. എന്തായാലും ഒരുപാട് സന്തോഷം. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നോ? വയറൊക്കെ നിറഞ്ഞ് മനസ്സ് നിറഞ്ഞോ? ഇപ്പൊ കുറെ ആളുകളുടെ എക്സ്പീരിയൻസ് ആരൊക്കെ ഇമോഷണൽ ആയി വിടുന്നത്. അപ്പൊ ഞാനിങ്ങനെ എന്റെ സ്റ്റാർട്ടിങ് ടൈമിലെ കാര്യങ്ങൾ ആലോചിക്കായിരുന്നു. ഞാനിപ്പോ 11 റാങ്ക് അച്ചീവ് ചെയ്ത് നിൽക്കുന്നതിലും എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ മനസ്സിനെ സ്പർശിച്ചത്, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായത്, എനിക്ക് എന്തെങ്കിലും ഒക്കെ നേടാൻ പറ്റുമെന്ന് എനിക്ക് ധൈര്യം തോന്നിയത് ആദ്യത്തെ റാങ്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോഴായിരുന്നു. ഇവിടെ കുറെ ആളുകളല്ലേ ഏറ്റവും കൂടുതൽ റാങ്ക് അപ്ഡേഷൻ ഫസ്റ്റ് റാങ്കിനെ കണ്ട സമയത്ത് നമുക്ക് എല്ലാം പറ്റും, നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ജീവിതം കൊണ്ട് പലതും പലരെയും കാണിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ഒരു ആത്മവിശ്വാസത്തിന്റെ റാങ്കാണ് ഫിജിക്കാർഡിന്റെ ആദ്യത്തെ റാങ്ക് എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് വന്നു, കുറച്ച് നാള് നമ്മളിവിടെ ഒന്നും അറിയാതെ ആലോചിച്ചു നിന്നു, ആകുലപ്പെട്ട് നിന്നു, എന്ത് ചെയ്യണം എന്നറിയാണ്ട് ടെൻഷൻ അടിച്ചു നിന്നു. ആരുമില്ലേ, അല്ലെങ്കിൽ എനിക്ക് എന്താ പറ്റുന്നത്, എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമോ, ഇവർ ഈ പറയുന്ന അല്ലെ ആദ്യമായിട്ട് കമ്പനിയെ കുറിച്ച് കേൾക്കുന്ന ആളുകള് ആദ്യമായിട്ട് ഇപ്പൊ ഇവിടെ ഗസ്റ്റ് ആയിട്ട് ഓക്കെ. അപ്പൊ നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവും അല്ലെ, ഇവർ ഈ പറയുന്ന ലക്ഷങ്ങളും കോടികളും ഒക്കെ എനിക്ക് നേടിയെടുക്കാൻ പറ്റുമോ? ലക്ഷങ്ങളും കോടികളും ഒന്നും പറ്റിയില്ലെങ്കിലും ഒരു 10,000 രൂപയെങ്കിലും അല്ലെ മാസം ഒന്ന് മാറ്റി വയ്ക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എനിക്ക് ചെയ്യാൻ പറ്റും. ഇവരൊക്കെ പറയുന്നത് സാധ്യമാകുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടാവും. ഇത് തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. വന്നു പോയി എന്താ അല്ലെ കമ്പനിയുടെ ഇങ്ങനത്തെ ഒരു പ്ലാനൊക്കെ കേട്ട സമയത്ത് കുറെ കാര്യങ്ങള്, ഇപ്പൊ മേഡം ഇവിടെ കുറെ കാര്യങ്ങൾ, കുറെ റാങ്കുകള്, കുറെ വരുമാന മാർഗങ്ങളൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ടാവും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞ ആദ്യത്തെ റാങ്കിലേക്ക് എത്തുന്ന സമയത്ത് നമുക്കത് കിട്ടുമെന്നുള്ളത്. അപ്പൊ എന്നെ ഇവിടെ പരിചയപ്പെടുത്തി, ഞാൻ എന്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ്, കാസർഗോഡ് നീലേശ്വരം സ്വദേശിനിയാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഈ ബിസിനസ് വളരെ സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ച് ഫിജിക്കാർഡ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയും എന്റെ ജീവിതവും ജീവനും ഒക്കെ ഫിജിക്കാർഡ് ആണെന്നുള്ളത്. കാരണം അത്രമാത്രം ഞാൻ ഫിജിക്കാർഡ് എന്ന ആ വാക്കിനോട്, കമ്പനിയോട്, മാനേജ്മെന്റിനോട്, എല്ലാത്തിനോടും കടപ്പെട്ടിരിക്കുന്നു. അതിനേക്കാൾ ഉപരി എന്റെ ബിസിനസിനെ പരിചയപ്പെടുത്തിയ എന്റെ ഫ്രണ്ടും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കോളേജ് BEd കോളേജിൽ പഠിച്ചത്. എന്റെ ക്ലാസ്മേറ്റ്, എന്റെ റൂംമേറ്റ്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഇന്ന് കമ്പനിയുടെ സോണൽ സെയിൽസ് ടീം മാനേജർ ജാക്സൺ അർജുൻ. ആള് കോഴിക്കോട് സ്വദേശിയാണ്, ആളൊരു പണക്കാരന്റെ ഭാര്യയാണ്. ഈ കമ്പനിയെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന സമയത്ത് പറഞ്ഞ പോലെ നമ്മൾ അന്വേഷിക്കുമല്ലോ അല്ലെ. കാരണം എന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MA BEd ആണ്. അപ്പം ഇത്രയും പഠിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അത് പെർമനന്റ് ആക്കുമോ അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുമോ എന്നുള്ള ഐഡിയ ഒന്നും ഇല്ല. പക്ഷെ ഈ ഒരു പ്ലാൻ കേട്ട സമയത്ത് ഞാൻ ആദ്യം ചിന്തിച്ചത് ഇത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണോ അല്ലെ, ഇല്ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലാണോ, ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷം സംഭവിക്കുന്ന കാര്യങ്ങളാണോ നമ്മൾ കാരണം വലിയ ഐഡിയ ഒന്നും കിട്ടിയില്ലെങ്കിൽ കൂടിയും. പക്ഷെ ആ സമയത്ത് ഞാൻ ചിന്തിച്ചത്, അപ്പൊ എന്നോട് എന്നെ പരിചയപ്പെടുത്തിയ സുഹൃത്ത്, ഈ കമ്പനിയുടെ പ്ലാൻ പരിചയപ്പെടുത്തിയ സുഹൃത്ത് പറഞ്ഞത്, എടാ അർജുന്റെ ഭാര്യയല്ലേ ഞാൻ, ഹസ്ബൻഡിന്റെ പേര് അർജുൻ എന്നാണ്, മിലിറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആൾ അത്രയും നിയമപരമായിട്ട് ഭയങ്കര ലീഗൽ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു തെറ്റും ചെയ്യാത്തപ്പോൾ നമുക്ക് പഠിക്കുന്ന കാലം മുതലേ അറിയാം. അപ്പൊ നിനക്ക് തോന്നണ്ട ഞാനത് ചെയ്യുമെന്നുള്ളത്, ഇനി ഞാൻ ചെയ്യാൻ ശ്രമിച്ചാൽ ആളതിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ. അപ്പൊ അതെനിക്ക് വിശ്വാസമായി. പറഞ്ഞ പോലെ പല കാര്യങ്ങളും അന്വേഷിച്ചു. പിന്നെ ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ എന്നുള്ള ബ്രാൻഡ് കേട്ടു പരിചയം മാത്രമാണ്, പക്ഷെ അറിയാം എന്തോ വലിയ സംഭവമാണ് അല്ലെ. ഒരുപാട് ചാറ്റ് ചെയ്യുന്നുണ്ട്, വലിയ കോടീശ്വരനാണ്, ഒരുപാട് ആളുകളെ സഹായിക്കാൻ പറ്റുന്ന വലിയ മനസ്സിന്റെ ഉടമയാണ്, എന്തൊക്കെയോ ബിസിനസ്സുകളുണ്ട്, കേരളത്തിൽ അറിയപ്പെടുന്ന വലിയൊരു പ്രമുഖനാണ്, പത്രമാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യം. അപ്പൊ തീർച്ചയായിട്ടും ഫെയിലിയർ ആയിട്ടുള്ള ഒരാളുടെ സ്ഥാപനത്തിലാണ്
വർക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ഏജ് ലിമിറ്റോ ഒന്നും ആവശ്യവുമില്ല. നമ്മൾ കാരണം ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായ സമയത്ത് പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഏറ്റെടുത്തു എന്നുള്ളതാണ്. അപ്പൊ അതിന് ഒരു കാരണം കൂടി ഉണ്ട്. ഞാൻ പഠിച്ചിറങ്ങി സ്കൂളിൽ ജോയിൻ ചെയ്ത സമയത്ത് അറിയാലോ, പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചർമാരുടെയൊക്കെ ശമ്പളം ആർക്കെങ്കിലും അറിയോ? എത്രയുണ്ടാവും മാഡം? മാഡത്തിന്റെ കുട്ടികൾ പഠിക്കുന്നുണ്ടോ? പ്രൈവറ്റ് സ്കൂളിലാണോ? എന്നാലും അവിടുത്തെ ടീച്ചേഴ്സിന് എത്ര ശമ്പളം ഉണ്ടാവും അറിയോ? 10,000 അല്ലേ? 10,000 ഒക്കെ ആയിരിക്കും. ഈ ഗവൺമെന്റ് സ്കൂളിലാണെങ്കിൽ അതിനും കൂടും അല്ലേ? ഗവൺമെന്റ് ഇപ്പൊ എയ്ഡഡ് സ്കൂളിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പൈസ കൊടുത്ത് കയറണം. എത്ര രൂപ കൊടുക്കേണ്ടി വരും? 45, 30 അല്ലേ? അപ്പോ ലക്ഷങ്ങൾ കൊടുത്തിട്ട് വേണം അവിടെ ഒരു പോസ്റ്റ് നമുക്ക് വാങ്ങാൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഗവൺമെന്റ് സർവീസിൽ കയറാൻ വേണ്ടിയിട്ട് എക്സാമിൽ എഴുതണം, പാസ്സാവണം, അതിന് നമ്മൾ തയ്യാറെടുക്കണം, ടൈം കൊടുക്കണം, ഒക്കെ വേണം. അതൊക്കെ ഭാഗ്യം പോലെ നമ്മുടെ ഹാർഡ് വർക്ക് പോലെ ചെയ്യും. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഗവൺമെന്റ് സർവീസിൽ കയറാൻ പഠിച്ചിറങ്ങിയോണ്ട് എനിക്ക് ജോലി അത്യാവശ്യമായിരുന്നു. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ എനിക്ക് എന്തോ നമുക്ക് ഓരോരാൾക്കും ഓരോ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. പിന്നെ സ്കൂളില് പൈസ കൊടുത്ത് കയറാനുള്ള സാമ്പത്തിക ഭദ്രതയും ഉണ്ടായിരുന്നില്ല. ഒരുപാട് ആളുകള് PSC എഴുതി ചെയ്യുന്നുണ്ട് കേട്ടോ, പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതൊന്നും മോശമായിട്ടില്ല. ഓരോരാളും ഓരോ മൈൻഡല്ലേ, അല്ലെ? ഓരോരാൾക്കും ഓരോന്നേ പറ്റുള്ളൂ. അപ്പൊ എന്നെ സംബന്ധിച്ച് അത് രണ്ട് പോസിബിൾ അല്ലായിരുന്നു പെട്ടെന്ന്. അപ്പൊ എനിക്ക് ഉണ്ടായിരുന്ന ഒരു ചോയ്സ് ആയിരുന്നു വേറെ എന്തെങ്കിലും ചെയ്യാം എന്ന്. അങ്ങനെ ട്രൈ ചെയ്ത് ഇരിക്കുമ്പോഴായിരുന്നു കോവിഡ് വരുന്നതും ലോക്ക്ഡൌൺ ആവുന്നതും എല്ലാം ഓൺലൈനിലേക്ക് മാറുന്നതും. ഞാൻ അങ്ങനെ ഓൺലൈനായിട്ട് PSC കോച്ചിങ്, നെറ്റ് കോച്ചിങ് ഒക്കെ നോക്കുമ്പോഴാണ് ഈ പ്ലാൻ ഞാൻ കേൾക്കുന്നത്. നേരത്തെ പറഞ്ഞ സുഹൃത്തിന്റെ സ്റ്റാറ്റസ് ഒക്കെ കണ്ട് ചോദിച്ച് പ്ലാൻ കേൾക്കുന്നത്. അപ്പോ ഈ പ്ലാനിലെ വരുമാന മാർഗങ്ങൾ, ഒരു 6-7 തരത്തിലുള്ള വരുമാന മാർഗങ്ങൾ, 13 റാങ്കുകൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എത്ര കോടി കിട്ടുമെന്നാ പറഞ്ഞത് പ്ലാനില്? വില്ല ഫണ്ട് 1 കോടി, ടോട്ടല് ഏകദേശം ഒരു 3.5-4 കോടി രൂപ എന്താണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടുകയാണ്. അത് എത്ര വർഷം കൊണ്ട് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അത് 1 വർഷം കൊണ്ട് നേടണോ, 5 വർഷം കൊണ്ട് നേടണോ, 10 വർഷം കൊണ്ട് നേടണോ, 15 വർഷം കൊണ്ട് നേടണോ? എന്നാൽ അതിൽ കൂടുതലൊന്നും പോയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു ഗവൺമെന്റ് സർവീസിലൊരു 30 കൊല്ലം പണിയെടുത്താൽ എല്ലാം കൂടെ കിട്ടിയിട്ട് ഏകദേശം 1 കോടി രൂപയുടെ ഉള്ളിൽ കിട്ടുമെന്ന് വിചാരിക്കുക. എത്ര ഒരു 30 കൊല്ലെങ്കിലും പണിയെടുത്ത് എല്ലാം കഴിച്ചിട്ട് ശമ്പളം എല്ലാം കൂട്ടിയിട്ട് നിങ്ങൾ വിചാരിക്കുക. അത് കൂടുതൽ കിട്ടുന്ന പോസ്റ്റുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിന്റെ അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയത്തിനനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസം പ്രശ്നമല്ല, പ്രായം പ്രശ്നമല്ല, നമ്മൾ ആണാണോ പെണ്ണാണോ പ്രശ്നമല്ല, നമ്മുടെ സ്ഥലം പ്രശ്നമല്ല, നമ്മൾ പാവപ്പെട്ടവനാണോ പണക്കാരനാണോ പ്രശ്നമല്ല, നമ്മുടെ ജാതി മതം പ്രശ്നമല്ല, നമുക്ക് കുട്ടികളുണ്ടോ, ചെറിയ കുട്ടിയാണോ വലിയ കുട്ടിയാണോ ഒന്നും പ്രശ്നമല്ല, നിങ്ങളിപ്പോ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ പ്രശ്നമല്ല, നിങ്ങൾ വികലാംഗനാണോ പ്രശ്നമല്ല, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ലേ, ഇതൊന്നും പ്രശ്നമല്ല. പിന്നെ എന്താണ് പ്രശ്നം? പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കണം. അതില്ലെങ്കിൽ പ്രശ്നമാണ്. പ്രവർത്തിക്കാനുള്ള ഇവിടെ കമ്പനി പറയുന്ന കാര്യങ്ങള്, നിങ്ങളെ ഈ ബിസിനസ് പരിചയപ്പെടുത്തിയ ആളുകൾ പറയുന്ന കാര്യങ്ങള്, നിങ്ങളെ ഈ ബിസിനസ് പരിചയപ്പെടുത്തിയ ആൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്, അപ്ഡേറ്റ്സ് ഉണ്ട്, അവര് പറയുന്ന കാര്യങ്ങളൊക്കെ, അതായത് ഈ ബിസിനസ്സിൽ ഒരു ദിവസം മുന്നേ, ഒരു മാസം മുന്നേ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന, റാങ്കുകളൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങളെക്കാൾ ഈ ബിസിനസ്സിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സാർക്ക് വേണം, നമുക്ക് വേണം. എന്നാൽ എന്താണ് നേരത്തെ പറഞ്ഞ 3.5-4 കോടി രൂപ എത്ര വർഷം കൊണ്ട് എന്നുള്ള ചോദ്യവും നമ്മുടെ കയ്യിലാണ് ഉത്തരം. ഞാൻ കമ്പനിയുടെ സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജറാണ്. ഒരു പോയിന്റ് മാച്ച് ചെയ്ത് എത്ര രൂപ കിട്ടുമെന്ന് വേണം പറഞ്ഞേ? 20 രൂപ അല്ലെ? അപ്പം കമ്പനിയുടെ സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ എത്തണമെങ്കിൽ എത്ര SV ആണ് നമ്മുടെ പ്ലാനിൽ പറഞ്ഞത്? ചോദിച്ചു വെക്കുന്നല്ല കേട്ടോ, നിങ്ങളൊന്ന് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഉറക്കം വരുന്നല്ല, അതുകൊണ്ട് നിങ്ങളോട് തന്നെ ചോദിക്കുന്നതാണ്. എനിക്കറിയാം, കാരണം നിങ്ങളോടും കൂടിയാൽ എത്ര വേണം അറിയാം?
മാച്ച് ചെയ്യണം ZSDM എന്ന റാങ്ക് എത്തണമെങ്കിൽ? 2 ലക്ഷം അല്ലെ? 2 ലക്ഷം പോയിന്റ് മാച്ച് ചെയ്യണം. അപ്പം ഒരു പോയിന്റ് മാച്ച് ചെയ്താൽ 20 രൂപ. 2 ലക്ഷം പോയിന്റ് മാച്ച് ചെയ്താൽ എത്ര ലക്ഷം രൂപ? 40 ലക്ഷം രൂപ. ടാക്സ് കൂട്ടിയിട്ട് കൂടിയാണ് ഞാൻ പറയുന്നത്, ടാക്സ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പൊ 11ാമത്തെ റാങ്കിൽ 2 ലക്ഷം പോയിന്റ് മാച്ച് ചെയ്തപ്പോ ഞാൻ ഓൾറെഡി എത്ര രൂപ വാങ്ങി? 40 ലക്ഷം രൂപ പ്ലസ് കമ്പനിയുടെ 3ാമത്തെ റാങ്ക് മുതൽ എന്ത് കിട്ടുമെന്ന് പറഞ്ഞു മാഡം? പെർഫോമൻസ് ബോണസ്. എന്താണ് പെർഫോമൻസ് ബോണസ്? കമ്പനിയുടെ മാസത്തിൽ നടക്കുന്ന കച്ചവടത്തിന്റെ ലാഭവിഹിതം. കമ്പനിയുടെ 3ാമത്തെ റാങ്ക് മുതലുള്ള ആളുകളുടെ പെർഫോമൻസ് നോക്കിയിട്ട്, 3ാമത്തെ റാങ്കിൽ എല്ലാവർക്കും ഒന്നും കിട്ടില്ല, അവര് വർക്ക് ചെയ്യുന്ന പെർഫോമൻസിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനിയുടെ ലാഭവിഹിതം ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 10, 11, ചിലപ്പോൾ 12 കമ്പനിയുടെ ടേൺ ഓവർ അനുസരിച്ചിരിക്കും മാസത്തിൽ നടക്കുന്നത് അത്. പിന്നെ ജനറേഷൻ ബോണസ് പറഞ്ഞു അല്ലെ? നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ ബിസിനസ് പരിചയപ്പെടുത്തുന്ന ആളുകളിലൂടെ നടക്കുന്ന കച്ചവടം, അതിന്റെ ഒരു വിഹിതം. പിന്നെ 6ാമത്തെ റാങ്കിൽ എന്ത് കിട്ടുമെന്ന് പറഞ്ഞു? റൈഡർ ഫണ്ട്. എന്ത്? എത്ര രൂപ? 50,000 രൂപ. അത് വാങ്ങി. പിന്നെ കഴിഞ്ഞ റാങ്ക് കമ്പനിയുടെ ZSTM സോണൽ സെയിൽസ് ടീം മാനേജർ എന്ന റാങ്കിൽ എത്ര രൂപയുടെ കാർ ഫണ്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ 5 ലക്ഷം. അതും വാങ്ങി. ഇപ്പൊ നിൽക്കുന്ന കമ്പനിയുടെ സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജറാണ്, അച്ചീവ് ചെയ്തിട്ട് കുറച്ചായി. അപ്പൊ ഇപ്പൊ NSM എന്ന റാങ്കിലേക്ക് പോകുന്നു. അപ്പൊ NSM എന്ന റാങ്ക് അച്ചീവ് ചെയ്യുന്ന ഏകദേശം 5 ലക്ഷം പോയിന്റ് ആണ് ഈ സൈഡിൽ വേണ്ടത്. അപ്പൊ തന്നെ ഒരു കുട്ടിക്ക് മുകളിലായി ഇല്ലേ? അപ്പോ ഏകദേശം ഞാൻ എന്റെ SVയും ഇപ്പോഴത്തെ വരുമാനം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഏകദേശം 80 ലക്ഷത്തിന് 85-90 ലക്ഷം കടന്നു എന്റെ വരുമാനം എന്ന് പറയുന്നത്. അപ്പോ ഒരു ടീച്ചിങ് പ്രൊഫഷൻ തെരഞ്ഞെടുത്ത എനിക്ക് എത്ര കൊല്ലം ഏത് സ്കൂളിൽ നിങ്ങൾ കേരളത്തിൽ ചൂണ്ടിക്കാണിക്കുക, ഏത് സ്കൂളിൽ എന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എനിക്ക് 1 രൂപ പോലും പോസ്റ്റ് കൊടുക്കാതെ ഒരു കോമ്പറ്റീഷൻ എക്സാം എഴുതാണ്ട് എനിക്ക് ഇപ്പൊ 4-5 കൊല്ലം കൊണ്ട് ഞാൻ നേടിയെടുത്ത ഇൻകാണ് ഞാൻ പറയുന്നത്. സാധിക്കുമോ? അതാണ് ഫിജിക്കാർട്ട് എന്ന ഈ ഒരു മേഖലയുടെ പ്രത്യേകത. അപ്പം എന്താണ് ഞാൻ ചെയ്തത്? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എന്നെ ഈ ബിസിനസ് പരിചയപ്പെടുത്തിയ ആളെ ഞാൻ കേട്ടു. എന്റെ സെയിം ഏജ് ആണ്. ചിലപ്പോൾ എന്റെ അത്ര പല കാര്യങ്ങൾ അറിവുണ്ടാവില്ല, ചില കാര്യങ്ങൾ അറിവ് കൂടുതലായിരിക്കും. എനിക്ക് ഈഗോ അടിച്ച് നിൽക്കാം. എന്റെ സെയിം ഏജ്, ഒരുമിച്ച് പഠിച്ച അവൾ എന്റെ ലീഡർ ആയിട്ടല്ല ഈ ബിസിനസ് കൊണ്ടുവന്ന് അവൾ അത് ചെയ്യാൻ പറയുന്നു, ഇത് ചെയ്യാൻ പറയുന്നു, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറയുന്നു, അവിടെ പോകാൻ പറയുന്നു, അവരെ വിളിക്കാൻ പറയുന്നു. ഇതൊക്കെ ഞാൻ എന്തിനാ ചെയ്തിട്ട് എന്ന് ഈഗോ അടിച്ച് നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ എനിക്ക് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇത്ര സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി എന്റെ കാര്യങ്ങൾ പറയാൻ പറ്റുമായിരുന്നില്ല. ഇപ്പോഴും ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ എനിക്ക് നിത്യജീവിത ചെലവുകൾ തന്നെ കഷ്ടിച്ചു പോകുന്ന രീതിയിൽ ആരെങ്കിലും ആശ്രയിച്ച് ജീവിക്കേണ്ട അവസ്ഥ വന്നേ. അപ്പൊ അതുകൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് ഇതല്ലെങ്കിൽ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ കിട്ടുമായിരിക്കല്ലേ. നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് കഴിവുകൾ. പക്ഷെ ഈശ്വരൻ എപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള അവസരങ്ങൾ കൊണ്ടുതരില്ല. ഇത് ദൈവമായിട്ട് എനിക്ക് കൊണ്ടു തന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ബിസിനസിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്ന ആളോട് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പൊ ഈ പാരീസ് റെസിഡൻസിയിലേക്ക് കൊണ്ടുവന്ന സുഹൃത്തായിക്കോട്ടെ, ബന്ധു ആയിക്കോട്ടെ, ഇപ്പൊ ടൗണിൽ നിന്ന് പരിചയപ്പെട്ട ഒരാളായിക്കോട്ടെ, എപ്പോഴോ ഏതോ ഒരു ഫംഗ്ഷന് കണ്ട ആളുകളായിക്കോട്ടെ, ആരും നിങ്ങളെ ഈ ബിസിനസ് കേൾപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു. അത് ആ വ്യക്തി ഒരു ഈശ്വരന്റെ രൂപമായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. തമാശ പറഞ്ഞതല്ല. നമ്മുടെ ലൈഫിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ പറ്റുന്ന ഒരു ദൈവദൂതനായിട്ടുള്ള ഒരാളാണ് ആ വ്യക്തി എന്ന് വിചാരിക്കുക. കാരണം ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ എന്നുള്ള ഒരു ഗ്രേറ്റ് പേഴ്സൺ ഇന്ത്യയിലേക്ക് ഏകദേശം 100 കോടി രൂപയോളം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് നമ്മളെ പോലെയുള്ള സാധാരണ ആളുകൾക്കും ഇന്ത്യൻ മാർക്കറ്റിൽ ബിസിനസ് ചെയ്യാം എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താണ്. എത്ര കോടി ഇൻവെസ്റ്റ് ചെയ്ത്? 100 കോടി. 1-2 കോടി ഒന്നല്ല ഫിജിക്കാർട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെലവഴിച്ചത്. കാരണം ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് അത്രയും വിപുലമായിട്ടുള്ളതാണ്. ഇത്രയും ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മേഡം പ്ലാനില് കുറച്ച് രാജ്യവും അതിന്റെ പോപ്പുലേഷനും അതിന്റെ ടേൺ ഓവറൊക്കെ കാണിച്ചില്ലേ? ഇന്ത്യ, ചൈന, UK അല്ലെ, കുറെ കാണിച്ചു. ഇന്ത്യയുടെ അത്രയും പോലും ജനസംഖ്യ ഇല്ലാത്ത എത്രയോ രാജ്യങ്ങളില് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന ഇൻഡസ്ട്രി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസായമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻകം സോഴ്സ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? നമ്മളെ പോലെ
വിവരവും വിജ്ഞാനവും ഉണ്ട്, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഉണ്ട് എന്ന് അറിയപ്പെടുന്ന നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? ഇന്ത്യൻ മാർക്കറ്റില് ഇത്രയും സുലഭമായിട്ടുള്ള ഒരുപാട് ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയുള്ള അധ്വാനിക്കാൻ മനസ്സുള്ള നമ്മളെ പോലെയുള്ള ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന ഇൻഡസ്ട്രി കൊണ്ടുപോകുന്ന സമയത്ത് സ്വീകരിക്കില്ലേ? ആളുകളെ സ്വീകരിക്കും. കാരണം ബോബി ചമ്മണ്ണൂന് ഏകദേശം 163 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട്. അദ്ദേഹത്തിന്റെ പാരമ്പര്യമായിട്ട് പറയുന്നതാണ്. അത്രയും വലിയൊരു ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് തലയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലെ? വേറെ എന്തിനെങ്കിലും ഒക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്തൂടെ? അപ്പൊ മുൻകൂട്ടി കണ്ടു അല്ലെ ഈ മാർക്കറ്റിന്റെ എന്താണ് ഇവിടെ ഈ മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്നത്. വരും കാല കോടീശ്വരന്മാരെ സൃഷ്ടിക്കാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വേ ആണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് ഈ ഫിജികാർഡ് എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഏകദേശം 8 വർഷമായി. ജൂലൈ മാസത്തില് 8ാമത്തെ വാർഷികം നമ്മൾ ആനിവേഴ്സറി ആഘോഷിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ നമുക്ക് വലിയൊരു ഇവന്റ് ലെഗസി എന്ന് പറയുന്ന ഇപ്പൊ കോൺടെസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്. നെക്സ്റ്റ് മന്ത് നമുക്ക് എറണാകുളത്തോ തൃശ്ശൂരോ വെച്ച് വലിയൊരു ഇവന്റ് 10,000 ആളുകൾ പങ്കെടുക്കുന്ന വലിയൊരു ഇവന്റ് നമ്മൾ പ്ലാൻ ചെയ്യാണ് 8ാമത്തെ വർഷത്തോടനുബന്ധിച്ച്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒക്കെ ലൈഫിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് സംഭവിക്കാൻ പോകുന്ന വലിയൊരു പ്രോഗ്രാം ആയിരിക്കും അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് ഈ ബിസിനസ്സിനെ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾ ധൈര്യപൂർവ്വം നിങ്ങൾ ഈ കേൾക്കാൻ കൊണ്ടുവന്ന ആളെ വിശ്വസിക്കുക, കൂടെ നിർത്തുക. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഫിജികാർഡ്.com. പക്ഷെ ഫിജികാർഡ്.comൽ വെറുതെ വന്ന് നിന്നിട്ട് എനിക്ക് 3.5 കോടി കിട്ടിയില്ല എന്ന് പറയരുത്. ഇവിടെ വന്നിട്ട് ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നിങ്ങളുടെ KYC ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ച് നിങ്ങൾ ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യണം. നിങ്ങൾക്ക് നമ്മുടെ കമ്പനിയുടെ പാർട്ണർഷിപ്പ് കിട്ടണമെങ്കിൽ, നിങ്ങൾക്ക് ഈ പറയുന്ന വരുമാന മാർഗങ്ങൾ കിട്ടണം, ഈ 13 റാങ്കുകൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഒന്ന് പർച്ചേസ് ചെയ്യണം. നമ്മൾ എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് സോപ്പും പേസ്റ്റും അല്ലെ, ബെഡ്ഷീറ്റും, ഇപ്പൊ മഴക്കാലൊക്കെയാണ്, ബെഡ്ഷീറ്റൊക്കെ ചിലപ്പോൾ ഉണങ്ങാനൊക്കെ താമസം വരും. ഞാൻ ടീമിനൊക്കെ കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്, നിങ്ങൾക്ക് ഉപയോഗിക്കട്ടെ എല്ലാവർക്കും. അതായത് അപ്പൊ നമുക്ക് ബെഡ്ഷീറ്റ് നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം ലെവൽ നല്ല ക്ലോത്ത്, അതോടൊപ്പം തന്നെ കളർ പോയില്ല, മങ്ങില്ല, അങ്ങനെയുള്ള നല്ല ബെഡ്ഷീറ്റുകള്, അതോടൊപ്പം തന്നെ ഇപ്പൊ ഓണപ്രദം പ്രമാണിച്ച് പുതിയ പ്രോഡക്റ്റുകൾ, സീസണൽ പ്രോഡക്റ്റുകൾ നമ്മൾ ലോഞ്ച് ചെയ്യും. ഒരുപാട് കുക്ക് വെയർ ഐറ്റംസ് ഉണ്ട്, പാത്രങ്ങളുണ്ട്, നമ്മുടെ ഒരുപാട് വെൽനെസ് പ്രൊഡക്റ്റുകൾ ഉണ്ട് അല്ലെ. വെൽനെസ് ഇൻഡസ്ട്രിയുടെ പ്രത്യേകതകളൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ യൂട്യൂബിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും. വെൽനെസ് പ്രൊഡക്റ്റുകൾ ഉണ്ട്. അങ്ങനെ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള നമ്മുടെ പ്രൊഡക്റ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിലൂടെ ഏകദേശം ഈ ഒരു കമ്പനിയുടെ ഫിജികാർഡ് എന്ന കമ്പനിയുടെ പാർട്ണർഷിപ്പ് നിങ്ങൾക്ക് കിട്ടുകയാണ്. ആ പാർട്ണർഷിപ്പിലൂടെ നടക്കുന്ന കച്ചവടത്തിൽ നിന്നാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? നിങ്ങൾക്ക് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്, റീറ്റെയിൽ പ്രോഫിറ്റ്, പിന്നെ പറഞ്ഞ ഏകദേശം 7ഓളം വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നിങ്ങൾ ഇവിടെ പാർട്ണർ ആയി കഴിഞ്ഞാൽ നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിച്ച ഗ്രൂപ്പിൽ നല്ല ആക്റ്റീവായി നിന്ന് അവർ പറയുന്നത് പോലെ കേൾക്കുക. ഞാൻ തമാശക്ക് പറയാറുണ്ട്, എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ജാൻസി ആ കിണറ്റിൽ തുള്ളാൻ പറഞ്ഞാൽ ഞാൻ തുള്ളൂ, അവിടെ എന്തെങ്കിലും ഉണ്ടാവും എടുക്കാൻ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. കാരണം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു ഇന്ന് ഫിജികാർഡില് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. ആ സ്ത്രീകളുടെ പൊസിഷനില് ആദ്യത്തെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം ഓരോരോ കോടി വാങ്ങിയ ഒരു 8ാം ക്ലാസ്സുകാരി വീട്ടമ്മയെ കണ്ടിട്ടുണ്ടാവും അല്ലെ, 1 കോടി വാങ്ങിയ. അത് കഴിഞ്ഞൊരു MBA-കാരി വാങ്ങിയ 1 കോടി. അപ്പൊ ആദ്യത്തെ പൊസിഷനിൽ സബിതയാണ് ഒരു MBA-കാരി, സെക്കൻഡ് പൊസിഷനിൽ ലേഡീസിൽ സ്വപ്നയാണ് ഒരു 8ാം ക്ലാസ്സുകാരി, 3ാമത്തെ പൊസിഷനിൽ ശ്രീലക്ഷ്മി ഞാനാണ് ഒരു അധ്യാപികയാണ്. ഇത് ഫിജികാർഡിലെ ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങുന്ന 3ാമത്തെ ലേഡി ഇന്ന് ഈ നിമിഷമുണ്ട്. എപ്പോ വേണമെങ്കിലും അത് മാറാം. അപ്പൊ ഈ മാഡം അല്ലെ ഈ മാഡം ഒക്കെ എന്നേക്കാൾ നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ എന്നേക്കാൾ ശക്തമായിട്ടുള്ള ടീം ഉണ്ട് എങ്കിൽ എന്നെ ബ്രേക്ക് ചെയ്യാം. ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന സവിത മേഡത്തെയും സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന സ്വപ്ന മേഡത്തെയും ഒക്കെ ബ്രേക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ സ്ഥിരമല്ല, ആരുടെ റാങ്കുകളും ഒന്നും സ്ഥിരമല്ല, നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചാണ്. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരുപാട് ഓട്ടോ ഡ്രൈവർമാരുണ്ട്, മറ്റ് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, വീട്ടമ്മമാരുണ്ട്, പോലീസിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, അതായത് ഗവൺമെന്റ് സർവീസിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാത്രമല്ല മറ്റ് ഗവൺമെന്റ് സർവീസുകളിൽ നിന്ന് റിട്ടയർമെന്റ്. അപ്പൊ റിട്ടയർമെന്റ് ചെയ്തവർക്ക് എന്തിനാണ് ബിസിനസ്സിലെ കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും.
ഇത്രയും കാലം പണിയെടുത്ത് അവർക്ക് ചിലപ്പോൾ പൈസയൊക്കെ കിട്ടുന്നുണ്ടാവും. പക്ഷെ പൈസയേക്കാൾ ഉപരി കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടാവില്ല അല്ലെ. റിട്ടയർമെന്റ് ലൈഫിൽ ഒറ്റപ്പെട്ട ആളുകൾ ഉണ്ടാവും. അപ്പൊ അവർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, സമയം പോകാൻ വേണ്ടിയിട്ട് ഫിജിക്കാർഡ് ചെയ്യുന്ന ആളുകളുണ്ട്. സ്റ്റുഡൻസ് ഉണ്ട്. എന്തായാലും സ്റ്റുഡൻസ് പഠിച്ചാൽ പോലെ എന്താണ് ഒരു എക്സ്ട്രാ ഇൻകം, എന്താണ് അച്ഛനെയും അമ്മയും ഒന്നും ആശ്രയിക്കാണ്ട് കുറച്ചൊരു എക്സ്ട്രാ ഇൻകം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾ എന്തിനാ, കുട്ടികളും ഭർത്താവും ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയമുണ്ട് അവർക്ക് അല്ലെ. എല്ലാവർക്കും ഉണ്ട്, ഞാൻ പറയാണ് എന്ന് വെച്ച് വീട്ടമ്മമാർക്ക് കുറെ സമയമുണ്ട് അവർ വെറുതെ ഇരിക്കാന്നല്ല. വീട്ടിലെ പണികൾ കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ അല്ലെ. നമുക്കിപ്പോ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്ത്, മൊബൈൽ ഫോണ്. എന്തുകൊണ്ടാ, അന്ന് രാവിലെ ഉറങ്ങി എണീറ്റ് നമ്മളെ ഉണർത്തുന്നത് പോലെ എന്താണ് മൊബൈൽ ഫോൺ. ഇപ്പൊ ടൈം പീസ് ഒന്നും ഇല്ലല്ലോ, മൊബൈൽ ഫോൺ അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള പാട്ട് വയ്ക്കുക, ഭക്തിഗാനെങ്കിൽ ഭക്തിഗാനം, സിനിമാറ്റിക് ആണ് സിനിമാറ്റിക്കിൽ, മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക്. നമ്മളെ എഴുന്നേൽപ്പിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണാണ്. നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ വാട്സപ്പിലെ ചാറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക്, എന്തോ ഈ യൂട്യൂബ്. രാവിലെ പുട്ടും കടല ഉണ്ടാക്കണം, പുതിയ വെറൈറ്റി കടലക്കറി ഉണ്ടോ എന്ന് നോക്കാൻ നമ്മൾ യൂട്യൂബ് ചിലപ്പോൾ നോക്കും, എന്നെ ഒന്ന് സഹായിക്കല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ ChatGPT, ജെമിനിയോടൊക്കെ എന്ത് ടെക്നോളജി. അതായത് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, പ്രാധാന്യമുണ്ട്. ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഫിജിക്കാർഡ് ചെയ്യുന്നത്. നമ്മൾ എവിടെ പോകണ്ട. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പിന്നെ വിദ്യാഭ്യാസ യോഗ്യതയോ പ്രായപരിധിയോ ഒന്നും ഇതിനില്ല. പക്ഷെ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് ആ മൊബൈൽ ഫോണിൽ എന്താ ഉള്ളത്, ഒരുപാട് ആളുകളുടെ കോണ്ടാക്ട് ആണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആളുകളെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ് മോഡൽ അല്ലേ. ഒരു കമ്പനിയുടെ ഉൽപ്പന്നം അത് സാധാരണപ്പെട്ട ആളുകളിലേക്ക്, ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡലാണ്. അത് ജനങ്ങൾ തന്നെയാണ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. പരസ്യങ്ങൾ, ഇപ്പൊ ലെക്സ് കമ്പനി അല്ലെങ്കിൽ ലൈബോയ് അല്ലെങ്കിൽ വലിയ വലിയ ഫേമസ് ആയിട്ടുള്ള ഹോർലിക്സ് അങ്ങനെയുള്ള വലിയ വലിയ ബ്രാൻഡ് പ്രൊഡക്റ്റുകൾ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ്, ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ഇടനിലക്ക് അവരെ വഴിയൊന്നുമല്ല. എന്താണ്, പൈസ മുടക്കിയിട്ട് സെലിബ്രിറ്റിനെ ഒക്കെ വെച്ചിട്ടാണ്. ഇവിടെ നമ്മൾ തന്നെയാണ് സെലിബ്രിറ്റികൾ, നമ്മൾ തന്നെയാണ് പരസ്യം ചെയ്യുന്നത്. നമ്മളിപ്പോ നേരത്തെ ബെഡ്ഷീറ്റിനെ കുറിച്ച് പറഞ്ഞതുപോലെ നമ്മൾ ഉപയോഗിച്ചിട്ട് ആ പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ അതിന്റെ ഗുണനിലവാരം ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരാൾക്ക് സജസ്റ്റ് ചെയ്യുന്നു. അവര് പർച്ചേസ് ചെയ്യുന്നതിലൂടെ നമുക്കാണ് എന്ത് ചെയ്യുന്നത്, ലാഭം കിട്ടുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ബിസിനസ് മോഡലാണ്. അപ്പൊ തീർച്ചയായിട്ടും ഫിജിക്കാർഡിന്റെ സാധ്യത എന്ന് പറഞ്ഞാൽ, ഫിജിക്കാർഡിനെ കുറിച്ച് സംസാരിച്ചാൽ ഒരു വാലും തലയില്ലാണ്ട് ഞാൻ സംസാരിച്ചു പോകും. എനിക്കറിയില്ല ഞാനിപ്പോ എന്താ പറഞ്ഞതെന്ന്, ഇനി എന്താ പറയാൻ പോകുന്നതെന്ന് അറിയില്ല. മൈക്ക് കിട്ടിയാൽ എനിക്കൊരു പ്ലാനുമില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് ഇഷ്ടമാണ് ഫിജിക്കാർഡിനെ കുറിച്ച് സംസാരിക്കാൻ. ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഞാൻ സംസാരിക്കുന്നത് ഫിജിക്കാർഡ് ചെയ്യുന്ന ആളുകളുമായിട്ടാണ്. ഒരു ദിവസം ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഫിജിക്കാർഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കുന്നതും എൻ്റെ വസ്ത്രങ്ങളായാലും ഞാൻ ട്രാവൽ ചെയ്യുന്ന എക്സ്പെൻസ് ആയാലും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നത് ഫിജിക്കാർഡിന്റെ പൈസയാണ്. അപ്പൊ ഇത്രയും ലക്ഷങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാൻ എന്താണ് നേടിയെടുത്തത് ചിലപ്പോൾ ചില ആളുകൾക്ക്, എന്നെ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് അറിയാണ്ടാവും. പറഞ്ഞൊരു ഫിനാൻഷ്യൽ ഫ്രീഡം, ഒരാളെയും ആശ്രയിക്കാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമല്ലേ. ഹസ്ബൻഡിനെ ആയാലും മക്കളെ ആയാലും ഭാര്യ ആയാലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് വലിയൊരു അനുഗ്രഹമാണ്. എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ 4-5 വർഷമായിട്ട് എന്റെ എല്ലാ കാര്യങ്ങളും ഞാനാണ് നോക്കുന്നത്. ഞാൻ തമാശക്ക് ഹസ്ബൻഡിനോടൊക്കെ പറയും, എനിക്കതൊന്ന് അല്ലേ തല്ലില്ല ഇപ്പൊ എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ അത് തമാശയാണെന്ന് ആൾക്കും അറിയാം, എനിക്കതിന്റെ ആവശ്യമില്ലെന്ന് ആൾക്കും നന്നായിട്ട് അറിയുന്നുണ്ട്. അപ്പൊ ഞാനൊക്കെ തമാശ രൂപയൊക്കെ പറയുള്ളൂ. അപ്പൊ ഞാനിപ്പോ വന്നിട്ട് കമ്പനിയുടെ 4-5 വർഷമായി, 11ാമത്തെ റാങ്ക് കഴിഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഒരു വണ്ടി എടുത്തു, ഒരു കാർ എടുത്തു, നെക്സ ഫ്രോൺസ് കാർ എടുത്തു. അതോടൊപ്പം തന്നെ സ്വന്തമായി സ്ഥലം വാങ്ങി. ആ സ്ഥലം അത് ഫിജിക്കാർഡിന്റെ മാത്രം പൈസ കൊണ്ടാണ് ആ സ്ഥലത്ത് വിത്തൗട്ട് ലോണില് ഒരു വീട് പണി നടക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഫിജിക്കാർഡിന്റെ മാത്രം പൈസയാണ്. ഈ നിമിഷം വരെ 1 രൂപ അതിന് ബാധ്യതയില്ല. ഒരു പണിക്കാരന് പോലും പൈസ കൊടുക്കാനില്ല. ആ പൈസയെ ഈ ഫിജിക്കാർഡിന് കിട്ടുന്ന പൈസ കൊണ്ട് തന്നെയാണ് ഞാൻ കുറേശ്ശെ ആ വീട് പണി കംപ്ലീറ്റ് ചെയ്തത് ഫിജിക്കാർഡിൽ കിട്ടിയ വരുമാനത്തിലൂടെ മാത്രമായിരിക്കും. അതിനേക്കാൾ ഉപരി എന്നെ സംബന്ധിച്ച് എനിക്ക് എന്റെ കാര്യം നോക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു സഹായങ്ങൾ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നു. ഇതൊക്കെ തന്നെയാണ് ഒരു ജീവിതത്തിൽ അല്ലേ. ഇനിയിപ്പം എന്താ
അല്ലെ ഇനിയിപ്പം കുറച്ചുകൂടി നല്ല രീതിയിൽ ജീവിക്കണം എന്ന് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം. അത് തന്നെയാണ്, നല്ല രീതിയിൽ ജീവിക്കുക അല്ലെ, അഭിമാനത്തോടു കൂടി. രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ വീട്ടിൽ കടക്കാർ വന്നിട്ട്, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആർക്ക് നാളെ പൈസ കൊടുക്കുന്നത് എങ്ങനെ, നാളെ എന്ത് ഭക്ഷണം ഉണ്ടാക്കും, അതിനുള്ള പൈസ എന്താണ്, ഈ മാസത്തെ കറണ്ട് ബില്ല് എങ്ങനെ കൊടുക്കും, ഈ മാസം എങ്ങനെ മൊബൈലിൽ റീചാർജ് ചെയ്യും, കല്യാണത്തിന് പോകുമ്പോൾ പുതിയ ഡ്രസ്സ്, വണ്ടിയിൽ പെട്രോൾ ഇല്ല അല്ലെ. നേരത്തെ ഒരു സാറ് പറഞ്ഞു നിത്യോപയോഗ ചെലവുകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിനുള്ള പരിഹാരം തന്നെയാണ് ഫിജികാർഡ്.com. അത് എന്തുകൊണ്ടെന്നാൽ നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചിട്ടുള്ള ഒരു വരുമാനം നിങ്ങളുടെ അക്കൗണ്ടിൽ അന്ന് രാത്രി 12 മണിയാകുമ്പോൾ തന്നെ കിട്ടിയിരിക്കും. എന്റെ മൊബൈലിലേക്ക് വരുന്ന ലാസ്റ്റ് മെസ്സേജ് ഫിജികാർഡിന്റെ ഡിയർ IQ നമ്പർ 249 342 ഇത്ര രൂപ ക്രെഡിറ്റ് ആയി പറഞ്ഞിട്ട്. പിറ്റേന്നും ഞാൻ വളരെ എക്സൈറ്റ്മെന്റോട് കൂടി നോക്കുന്നതാണ് ബാങ്കിൽ ക്രെഡിറ്റ് ആയ എന്റെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ മെസ്സേജും. ഇത് തന്നെയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ എന്റെ ജീവിതവും ജീവനും ഒക്കെ ഫിജികാർഡ് ആണ് എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ജീവിതത്തിൽ എപ്പോഴും നമ്മളിലേക്ക് നല്ല അവസരങ്ങളും തേടി വരില്ല. ഫിജികാർഡ് നിങ്ങളെ സംബന്ധിച്ച് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. പക്ഷെ ആ ഓപ്പർച്യൂണിറ്റി കയ്യിൽ കിട്ടിയാൽ വെറുതെ ഇരിക്കരുത്. ഈ പണ്ടത്തെ തീ കൊളുത്തിയ പോലെ ഓടിക്കണം. കാരണം നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിലുണ്ട്, ആ കോണ്ടാക്റ്റിലുണ്ട് ഇന്ത്യൻ മാർക്കറ്റിന്റെ ഏറ്റവും വലിയൊരു മായാജാലം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്ത്യൻ മാർക്കറ്റ് അത്രയും വലുതാണ്. ഇന്ത്യൻ മാർക്കറ്റ് വിട്ട് കേരളത്തിന്റെ മാർക്കറ്റ് നിങ്ങൾ നോക്കിക്കോ, മലയാളികളെല്ലാം സ്വീകരിക്കും. ചില പൊട്ടന്മാരേ ഉള്ളൂ ഇത് മനസ്സിലാക്കാണ്ട് നെഗറ്റീവ് പറയുന്നേ. അപ്പൊ ആ പൊട്ടന്മാരെ മാറ്റി നിർത്തുക. അതിപ്പോ ഞാനിപ്പോ ഒരു ഡ്രസ്സ് ഇവിടെ ഇട്ട് നിൽക്കുന്നു, നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടപ്പെടും? ഇവിടെ ഇപ്പൊ സംസാരിച്ച കുറെ ആളുകളുണ്ട് അല്ലേ, അവരെല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമായോ? അവരുടെ ഡ്രസ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായോ? അവരുടെ സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇല്ല, എന്നാൽ അവർ ജീവിക്കുന്നില്ലേ? നമ്മളിപ്പോ നമ്മളെ എല്ലാവരും അംഗീകരിക്കണം, സ്നേഹിക്കണം, മനസ്സിലാക്കണം എന്നൊന്നും വാശി പിടിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഫിജികാർഡ് കൊണ്ട് നമ്മൾ ഒരാളെ കാണാൻ ചെല്ലുന്ന സമയത്ത് ആ വ്യക്തി ഇരുകൈയും നീട്ടി സ്വീകരിക്കും, എല്ലാവരും സ്വീകരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. ഫിജികാർഡ് ആവശ്യത്തെക്കാൾ ഉപരി അത്യാവശ്യമുള്ള ആളുകള് അത് ഏറ്റെടുത്ത് നിങ്ങളോടൊപ്പം വരും, നല്ല പാർട്ട്നേഴ്സ് ആയിട്ട് വരും. അവരെ കൂടെ നിർത്തുക, ജീവൻ പോയാലും കൈവിടരുത്, അത്രേ പറയാനുള്ളൂ. അപ്പൊ ധൈര്യമായിട്ട് ഫിജികാർഡ് ഏറ്റെടുത്ത് മുന്നോട്ട് പോവാ. ഞാൻ മാത്രമല്ല, കമ്പനിയിൽ ഒരുപാട് നല്ല ലീഡേഴ്സ് ഉണ്ട്. കമ്പനി ശക്തമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഉണ്ട്, വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്, നല്ലൊരു വിഷനോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു മാനേജ്മെന്റ് ആണ്. കൂടാതെ തന്നെ നമുക്ക് നല്ലൊരു ചെയർമാൻ ഉണ്ട്. ചെയർമാന്റെ ഒരേ ഒരു മോളുടെ ഭർത്താവ് സാംസാറാണ് നമ്മുടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ MD. ബോച്ചയ്ക്ക് 17ഓളം ബിസിനസ് ഉണ്ട്. അതിൽ ഫിജികാർഡാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തോളം. സ്വന്തം മരുമോനെ പോലും നമ്മുടെ ഓഫീസിൽ ഒരു ക്യാമ്പിൽ ഇരുത്തിയിരിക്കുന്നത്. അപ്പൊ നോക്കുക ഫിജികാർഡിന് എത്രത്തോളം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട്. കാലഘട്ടത്തിനനുസരിച്ചുള്ള ബിസിനസ് ആണ്, മാറി ചിന്തിക്കാൻ നമുക്ക് പറ്റണം. എന്തായാലും എല്ലാവിധ ആശംസകളും നേരെയാണ്. അടുത്തൊരു പ്രോഗ്രാമിൽ വരുമ്പോഴേക്കും നിങ്ങൾക്കൊക്കെ വലിയ ഇപ്പൊ സാറും മേഡമൊക്കെ വാങ്ങിച്ച പോലെ മൊമെന്റോസും അംഗീകാരം ഒക്കെ വാങ്ങിച്ച് നിങ്ങളെ കളിയാക്കി കുറ്റപ്പെടുത്തിയ ആളുകൾക്കിടയിലേക്ക് വലിയൊരു ഫിനിക്സ് പക്ഷികളെ പോലെ നിങ്ങൾക്ക് പറന്നു വരാൻ സാധിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. കമ്പനിക്ക് വേണ്ടിയാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും കമ്പനിയോടൊപ്പം നിൽക്കാൻ പറ്റിയത് വലിയൊരു കാര്യമാണ്. നിങ്ങൾക്കൊപ്പം നമ്മുടെ എല്ലാവരും ഉണ്ട്. ശക്തമായിട്ട് നിൽക്കുക, വ്യക്തമായിട്ട് പ്രവർത്തിക്കുക, അത്ര മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്.